ഷെഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ ദേശീയ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി മനോലോ മാർക്കസിനെ നിയമിച്ചിരിക്കുന്നു. ഈഗോർ സിമാച്ചിന്റെ പകരക്കാരനായിട്ടാണ് മനോലോയുടെ വരവ്. 2026 ഫിഫ വേൾഡ് കപ്പ് ഏഷ്യൻ ക്വാളിഫയറിൽ ഇന്ത്യ 3-ാം റൗണ്ട് കാണാതെ പുറത്തായിരുന്നു. എ ഗ്രൂപ്പിൽ ഖത്തർ, കുവൈത്ത്, അഫ്ഗാനിസ്ഥാനൊക്കെ അടങ്ങുന്ന ഗ്രൂപ്പിൽ നിന്ന് ഇന്ത്യ എന്തായാലും ഇത്തവണ 3-ാം റൗണ്ട് കടക്കുമെന്ന് തന്നെയാണ് ആരാധകരൊക്കെ പ്രതീക്ഷിച്ചത്. പക്ഷെ വളരെ മോശം പ്രകടനമാണ്. അഫ്ഗാനിസ്ഥാനോടൊക്കെ പരാജയപ്പെടുന്നു. ഇന്ത്യ 3-ാം റൗണ്ട് കാണാതെ പുറത്തായിരുന്നു. അതിനെ തുടർന്നാണ് സിമാച്ചിനെ പുറത്താക്കിയത്. എന്തായാലും നിലവിൽ FC ഗോവയുടെ പരിശീലകനാണ് മനോലോ മാർക്കസ്. കൂടാതെ ഹൈദരാബാദ് FCക്ക് ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിക്കൊടുത്ത ഒരു കോച്ച് കൂടിയാണ്. അത് മാത്രമല്ല നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ അനുയോജ്യനായ ഒരു കോച്ച് തന്നെയാണ് മനോലോ. ഇന്ത്യൻ താരങ്ങളെ ഇന്ത്യൻ സൂപ്പർ ലീഗിലൊക്കെ ഹൈദരാബാദ് FCയിലും FC ഗോവയിലൊക്കെ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത ഒരു കോച്ച് കൂടിയാണ്. ഒരു ശരാശരി ഇന്ത്യൻ താരം പോലും മനോലോക്ക് കീഴിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചിൽഡ്രൻ സിംഗ്, മിശ്രൊക്കെ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു. അത് ഹൈദരാബാദ് FCയിലായിരുന്ന സമയത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു മനോലോക്ക് കീഴിൽ. അതുകൂടാതെ FC ഗോവയിലൊക്കെ ഉദാന്ത സിംഗ് ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. കൂടാതെ കൂടുതൽ ഇന്ത്യൻ താരങ്ങളൊക്കെ മനോലോക്ക് കീഴിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്തായാലും മനോലോ മാർക്കസിന്റെ കീഴിൽ ഇന്ത്യ പെട്ടെന്നൊരു അത്ഭുതം കാണിച്ചില്ലെങ്കിലും കൂടുതൽ സമയം അല്ലെങ്കിൽ കുറഞ്ഞൊരു കാലയളവിനുള്ളിൽ അദ്ദേഹത്തിനുള്ളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിൽ മനോലോക്ക് കീഴിൽ ഒരു മികച്ച മാറ്റം തന്നെ ഉണ്ടാവും. അത് 100% ഉറപ്പാണ്. കാരണം മനോലോ മാർക്കസ് നിലവിൽ ഇന്ത്യൻ സാഹചര്യങ്ങളുമായി അറിയാം. ഇന്ത്യൻ താരങ്ങൾ അദ്ദേഹത്തിന് കൂടുതൽ അടുത്തറിയാം. 3-4 സീസണായി നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അദ്ദേഹമുണ്ട്. FC ഗോവക്ക് കഴിഞ്ഞ സീസണിൽ കാഴ്ചവെച്ച മികച്ച പ്രകടനമുണ്ട്. നോവ സദോയൊക്കെ ഉണ്ടായെങ്കിൽ പോലും ഇന്ത്യൻ താരങ്ങള് അദ്ദേഹത്തിന്റെ കീഴിൽ കാഴ്ചവെക്കുന്ന പ്രകടനം എടുത്തു പറയേണ്ടതാണ്. എന്നാലും ഒരു ഒത്തിണക്കത്തോടുള്ള ഒരു ടീം സൃഷ്ടിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ ഭാവിയിൽ ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മനോലോ മാർക്കസിന്റെ കീഴിൽ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നിലവിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിനെ പരിശീലിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ കോച്ചാണ് മനോലോ മാർക്കസ്. എന്നാൽ കാത്തിരുന്ന് കാണാം മനോലോ മാർക്കസിന്റെ തന്ത്രങ്ങളിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ വരും കാലങ്ങളിലെ മികച്ച പ്രകടനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ കാത്തിരിക്കാം.